ഹലോ മക്കളെ, വെൽക്കം ടു എക്സാമിനർ. എടാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു മാസ്മരിക സീരീസ് ആണ്. എടാ, സൗണ്ട് വേവ് അല്ലെങ്കിൽ ശബ്ദതരംഗങ്ങൾ എന്നുള്ള ചാപ്റ്ററിന്റെ ഏറ്റവും കിടിലമായിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സീരീസ് കാണാൻ മക്കൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, എങ്കിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ആദ്യം തന്നെ മക്കളോട് പറയാനുള്ളത്, ഊഞ്ഞാലാടുന്നൊക്കെ എന്റെ മക്കൾക്ക് ഇഷ്ടമാണ്. 10ാം ക്ലാസ് എത്തിന് സാറ്, ഞങ്ങൾക്ക് പക്വത കായിന് സാറ് എന്നൊക്കെ പറയുമ്പോഴും ഒരു ഊഞ്ഞാൽ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിയും ഇല്ല. അല്ലെങ്കിൽ തണ്ടവൈബാണ് നമ്മളൊക്കെ അല്ലെ, നമ്മൾ ഒരേ വൈബ് ചിൽ. ഓക്കെ, നമ്മളൊക്കെ ഊഞ്ഞാലാടുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെയല്ലടാ മൂവ് ആണോ അല്ലേ? എടാ, ഈ മോഷൻ ഒരു പേര് വിളിക്കും. ദാറ്റ് മോഷൻ ഈസ് കോൾഡ് ദ്വാലനം അല്ലെങ്കിൽ ഓസിലേഷൻ. എന്താടാ ദ്വാലനം അല്ലെങ്കിൽ ഓസിലേഷൻ? എന്താ ദ്വാലനം എന്ന് പറയാം? സിമ്പിൾ, അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതിനാണ് ദ്വാലനം എന്ന് പറയാം. ഓക്കെ, അങ്ങോട്ട് എന്നുള്ളത് ഇംഗ്ലീഷിൽ വിളിക്കും ടു ആൻഡ് ഫ്രോ. എന്താ വിളിക്കുക? ടു ആൻഡ് ഫ്രോ. എടാ ശ്രദ്ധിക്കണേ, ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. എന്താ സാറേ? എടാ, ഊഞ്ഞാലിങ്ങനെ ഒറ്റ ആട്ടാടി നിൽക്കും, ഞാൻ ഇല്ല പറയോ? ഇല്ലാതെ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതിന് ഇറ്റ്സ് കോൾഡ് പീരിയോഡിക് മോഷൻ. വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എർത്തിന്റെ റൊട്ടേഷൻ ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറയാം. എടാ, ഇങ്ങനെ പോയിന്റ് എർത്ത് പ്രാവശ്യം ഇപ്പൊ നാളെ കൊണ്ട് വയ്യ പറയോ? ഇല്ല, അത് റിപ്പീറ്റ് ചെയ്യും. ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ. അപ്പൊ ഇതും അതുപോലെ തന്നെ. എടാ, ഇത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സോ ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ്. എങ്ങനെ മൂവ് ചെയ്യുക? അങ്ങോട്ട് ഇങ്ങോട്ട് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. വെറുതെ അല്ല, കറക്റ്റ് സമയം അല്ലെ? അങ്ങോട്ട് പോയി അതേ സമയത്ത് തന്നെ തിരിച്ചിങ്ങോട്ട് വരും, അതേ സമയത്ത് തന്നെ അങ്ങോട്ടും. അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. ശരിയല്ലടാ, ഊഞ്ഞാൽ കുറച്ചു നേരം അവിടെ ഞാൻ നിന്നിട്ട് വരാൻ പറയും. ഇല്ല, കറക്റ്റാ. അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. എന്താ ഇക്വിലിബ്രിയം പൊസിഷൻ? നമ്മൾ ഊഞ്ഞാലിലേക്ക് കയറി ഇരിക്കുന്ന സ്ഥലല്ലേ? എടാ, അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. ഇവിടെ ഊഞ്ഞാൽമേൽ ഇങ്ങനെ കയറി ഒരു കുട്ടി ഊഞ്ഞാൽമേൽ ഇങ്ങനെ ഇരുന്ന് ഇനി ഇവിടെ അങ്ങോട്ട് അങ്ങനെ പോവാ. ഓക്കെ, അതിനായി ഇരിക്കുന്ന പൊസിഷൻ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. പ്രശ്നമുണ്ടോ? എന്താണ് ഓസിലേഷൻ എന്ന് പറയും? സിമ്പിൾ, ഓസിലേഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ്. എങ്ങോട്ടാ? അങ്ങോട്ട് ഇങ്ങോട്ട് ടു ആൻഡ് ഫ്രോ. എപ്പോഴാ? അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. കറക്റ്റ് സമയത്ത് അബൌട്ട് എന്തിന്റെ ചുറ്റും ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. കറക്റ്റ് സെന്ററിന്റെ അപ്പുറത്തും. എടാ, ഒന്ന് വായിച്ചു നോക്കി. ഒരു വസ്തു തുലനസ്ഥാനത്ത്. എടാ, തുലനസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഞ്ഞാൽ കയറിയിരിക്കുന്ന ഭാഗം. തുലനസ്ഥാനത്ത് നിന്നും ആസ്പദമാക്കി കൃത്യമായ ഇടവേളയിൽ കൃത്യമായ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവശത്തേക്കും ചലിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ദോലനം. അങ്ങോട്ടും കിട്ടും. പ്രശ്നം മക്കളെ സിമ്പിൾ ആണെങ്കിൽ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗുഡ് ബൈ.